ഡീ ഞാനിതിൽ വെച്ച മുട്ട എന്തിയേ? ഏ ഞാനത് കഴിച്ചു പോയി. ഇതാരോട് ചോദിച്ചിട്ടാ കഴിച്ചേ? ഞാൻ പുഴുങ്ങി വെച്ച മുട്ട നീ എന്തിനാ എന്നോട് ചോദിക്കാനെടുത്ത് കഴിച്ചേ? നാണം ഉണ്ടോ നിനക്ക്? അത് പിന്നെ വിശന്നിട്ടാ, ഞാൻ വന്നപ്പോൾ അതിരിക്കണ കണ്ടപ്പം കഴിച്ചു പോയി. നാശം. എൻ്റെ ചേട്ടനെ കണ്ണും കൈയും കാണിച്ച് ഒളിച്ചോടി ചേട്ടൻ്റെ കൂടെ 10 പൈസ ചിലവില്ലാണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നു. എന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം കൂടെ കട്ട് തിന്നുന്നു നീ. ഇതൊന്നും നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചേക്കണ്ട അല്ലാട്ടാ. സോറി, ഞാൻ അറിയാണ്ട് കഴിച്ച. നീ എടുത്ത് വെച്ചാന്ന് എനിക്ക് അങ്ങനെ ചിന്തിച്ചില്ല പെട്ടെന്ന്. നീ വിഷമിക്കണ്ട, ഞാൻ വേറെ പുഴുങ്ങി തരാം. എനിക്ക് നിന്റെ വർത്താനം കേട്ടൊരു ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ആകെ കൂടി ഒരു മുട്ട ഉണ്ടല്ലോ, ആ മുട്ട എടുത്താ നീ വിഴുങ്ങിയത്. ഇനി ആര് പോയി മേടിക്കും? നീ പോയി മേടിക്കോ? ഈ വയറും കൊണ്ട് നീ പോയി മേടിക്കോ? ജീനെ, ഞാൻ നിന്നെ എന്ത് ഉപദ്രവിച്ചിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഒന്നിനും ഞാൻ നിന്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ? നീ എന്തിനാ ഇങ്ങനെ അറപ്പോടെയൊക്കെ വർത്താനം പറയണേ? എനിക്ക് നിന്നോട് അറപ്പാണ്. എനിക്ക് നിന്നോട് ഒരു കാലത്ത് സ്നേഹിക്കാൻ തോന്നില്ല. നീ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ എന്നെ അംഗീകരിച്ചിട്ട് പോലില്ല. അതുകൊണ്ടാടി നിന്നെ എടി എന്നൊക്കെ ഞാൻ നിന്നെ വിളിക്കുന്നേ. അല്ലെങ്കിൽ എനിക്ക് ചേട്ടത്തിൽ നിന്ന് വിളിക്കാൻ അറിയാനായിട്ടൊന്നുമല്ല. നീ വന്നോടി, കുടുംബം നശിച്ചു എന്ന് പറഞ്ഞാൽ മതി. എടി, എത്ര നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല സൗന്ദര്യമുള്ള നല്ല വീട്ടുകാർ, നല്ല സ്ത്രീധനം കിട്ടുന്ന എത്ര നല്ല കുടുംബത്തിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ ആലോചന വന്നിട്ടുണ്ടെന്നറിയോ? അതൊന്നും വേണ്ടാണ്ട് നിന്നെ അങ്ങ് കെട്ടി. അങ്ങനെ വല്ല വലിയ കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനത്തോടുകൂടി ഏതെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം നടക്കുമ്പോൾ ആ സ്വർണ്ണം എടുത്തിട്ട് എനിക്ക് കേട്ടായിരുന്നു. നീ എൻ്റെ ജീവിതം കൂടെ എല്ലാം ഉണ്ടാക്കിയത്. അപ്പം അതാണ് കാര്യം. എൻ്റെ കയ്യിൽ നിന്നൊരു സ്വർണം പോലും കിട്ടാത്തതുകൊണ്ടാണ് നീ ഇപ്പം എന്നോട് ഇങ്ങനെ വെറുപ്പോടെ സംസാരിക്കണല്ലേ? കൊള്ളാം, നിന്റെ മനസ്സിലിപ്പം ഇതാന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, അത് തന്നെയാ. ഇങ്ങനെ തന്നെ ഞാൻ എന്നോട് ഇനി പെരുമാറാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു കാലത്ത് എന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല. നാണോ ഇല്ലാണ്ട് ഞാൻ പുഴുങ്ങി വെച്ച മുട്ട എടുത്ത് നിന്നിട്ട് അവൾ വർത്താനം പറയാൻ വരും. എൻ്റെ കാലുവേദനയുണ്ടോ? കാല് നല്ല കാഴ്ചയിലമ്മ. നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 8-ാം മാസം കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടാനാണ് സാധ്യത. എന്താ അവൻ വരുന്ന കാര്യം വല്ലതും പറഞ്ഞോ വിളിച്ചപ്പോ? ചേട്ടായി പോയിട്ട് ഇപ്പോൾ 6 മാസമല്ലേ ആയുള്ളൂ അമ്മേ. പിന്നെ ലീവ് ചോദിച്ചപ്പോൾ ഒക്കെ ആദ്യമൊക്കെ തരത്തില്ലെന്നൊക്കെയാ പറഞ്ഞേ. പിന്നെ ഭാര്യ ഗർഭിണിയാണ്, ആദ്യത്തെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയിക്കോളാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ വരും എന്തായാലും, ടിക്കറ്റൊക്കെ എടുത്തിട്ടേ. എന്താണ് അമ്മായിമ്മയും മരുമോളും കൂടി ഒരു വലിയ വർത്താനം പറയലൊക്കെ? ബിയക്ക് കാലുവേന, അപ്പൊ എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു. അഭിനയം അല്ലാതെന്ത്? അഭിനയോ? എന്താ അമ്മേ ജീന ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഒരു ഗർഭിണിയല്ലേ, എനിക്ക് അതിൻ്റെതായ വയ്യായൊക്കെ ഉണ്ടാവില്ലേ? ഇവളെന്താ ഇങ്ങനെ സംസാരിക്കണേ? നീ വലിയ ഗർഭിണിയായിട്ട് അഭിനയിക്കല്ലേ. നിനക്ക് ഒരു കുരുവില്ലാന്ന് എനിക്കറിയാം. ഗർഭിണിയാണെന്നും പറഞ്ഞ് അവിടെ വേന ഇവിടെ വേന എന്നൊക്കെ പറഞ്ഞ് ഒരു പണി ചെയ്യാണ്ട് വെറുതെ അങ്ങ് തിന്നും കുടിച്ചിരിക്കാലോ. ജീനെ, വായി തോന്നി വിളിച്ച് പറയാൻ നിൽക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വയറും വെച്ചുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പണി ഇവിടെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നിന്നെ പോലെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുമല്ല. കണ്ടോ അമ്മ, അവളെ എന്നെ പറഞ്ഞു തുടങ്ങി. അതെ, ഇത് എൻ്റെ വീടാണ്, ഞാൻ ഇവിടത്തെയാ. നിന്നെപ്പോലെ വലിഞ്ഞേറി വന്നവളല്ല ഞാൻ. ഇത് എൻ്റെ വീടാണ്. എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ഇവിടെ ചെയ്യും. ചിലപ്പോൾ പണി ചെയ്യും, ചിലപ്പോൾ പണിയാണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ അന്വേഷിക്കുക നീ ആരടി? ജീനെ, മതി നിർത്ത്. അമ്മ അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അത് വിടി, എന്തെങ്കിലും കിടന്ന് പറയട്ടെ. അമ്മ, കൊച്ചുണ്ടാകുമ്പോഴേ ഇടാനുള്ള പേര് ഞാൻ കുറച്ചെല്ലാം കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നല്ലത് നോക്കിയിട്ട് ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇടാം കേട്ടോ. എൻ്റെ ഫോൺ എന്ത് ചെയ്യാമോ, ഞാൻ നോക്കിയില്ല. അമ്മ, എനിക്കും കൂടെ അയച്ചിരുന്നേ അത്. നിനക്ക് അയക്കുന്നില്ല, നിന്റെ വയറ്റിൽ കിടക്കുന്നേ ഇവിടുത്തെ മൂത്ത മകൻ്റെ കൊച്ചാണ്. ആ കൊച്ചിൻ്റെ പേരിടുന്നത് അച്ഛൻ്റെ വീട്ടുകാരുടെ അവകാശമാണ്. അതിന് നിനക്ക് വലിയ റോളൊന്നുമില്ല. നീ ഇന്ന് വർത്താനം ജീനെ പറയുന്നത്? 10 മാസം ഞാനല്ലേ ചുമന്ന് പ്രസവിക്കുന്നത്. എനിക്ക് ഈ കൊച്ചിൻ്റെ പേരെന്താണെന്നറിയാനുള്ള അവകാശം പോലും ഇല്ലേ? ഇല്ലെന്നേ, നിന്നെ ഞങ്ങൾ കുടുംബത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നെ ആഡ് ചെയ്യാത്തതും. അവൾ വലിയ ഫാമിലി കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നേക്കണം. ഇതൊന്നും നീ കാര്യമായിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. എൻ്റെ മുന്നേ ഇവിടത്തൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരത്ത് അമ്മേ, ആ മറ്റേ ഫോണിൽ ഞാൻ അയച്ചതൊന്ന് നോക്കാം. വാ. പ്രസവിക്കുന്നത് ഞാൻ, അവകാശം മൊത്തം അവർക്ക്. എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത്, എൻ്റെ കൂടെ പഠിച്ച. അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞ. അവളുടെ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ട് ചടങ്ങാന്ന് ഈ 22-ാം തീയതി. 16-ാം തീയതി കണ്ട് 7-ാം മാസം ആയി. പക്ഷേ അവളുടെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, മറ്റേ കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങേ വലിയതായിട്ടൊക്കെ നടത്തണമെന്ന്. അങ്ങനെയാ, നല്ല വീട്ടുകാരൊക്കെ ഉള്ളവർക്കേ. ഇവിടെ ഒരാളുണ്ട്, പ്രസവ ഗർഭിണിയൊക്കെ ആയി പുള്ളി ഭർത്താവിൻ്റെ വീട്ടിൽ തെറ്റും ആരും വഴിയില്ല. എന്തിനാ ചെയ്യുന്നത് നീ ഇങ്ങനെ പരിഹസിക്കുന്നത്? എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ കളിയാക്കുന്നത്.
എൻ്റെ കുഞ്ഞുണ്ടായി കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ അംഗീകരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രശ്നമൊക്കെ സോൾവ് ആവും. നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിന്നെപ്പോലൊരു ശല്യ വീട്ടിൽ ഒഴിവായേനേ സന്തോഷിച്ചിരിക്കുകയായിരിക്കും അവർ. അല്ലേ? അല്ല, കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി അവരെ നാണം കെടുത്തിയ നിന്നെ, എന്നിട്ട് വയറ്റിൽ കൊച്ചുമായിട്ട് നാണം കെടുത്തിയ നിന്നെ അവരിപ്പോൾ വീട്ടിൽ കയറ്റാൻ വീണു. ഒന്ന് പോയടേത്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഒന്നുമില്ല, ഞാൻ ഗർഭിണിയല്ലേ. നിന്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയായിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ പറ്റണേ? കുറച്ച് മര്യാദയാവാട്ടോ. ഗർഭിണിയൊക്കെ തന്നെ. പക്ഷെ നിന്റെയൊക്കെ സ്വഭാവത്തിന് എൻ്റെ ചേട്ടൻ്റെ കൊച്ചന്നെയാണോ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊരു നല്ല സംശയമുണ്ട്. നീയൊക്കെ നിന്റെ സ്വഭാവം വെച്ച് നീ കണ്ടവൻ്റെ കൂടെയൊക്കെ കടന്നു കാണും. ആരുടെയാണോ ആ കൊച്ചൊക്കെ? നീ എന്നെ തല്ലിയോ? തല്ലു. ഇനിയും ഞാൻ നിന്നെ തല്ലു. കുറച്ച് നാളെ നീ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രശ്നം വേണ്ടല്ലോ എന്നൊരു മിണ്ടാതിരിക്കുമ്പോൾ നീ തലയിൽ കയറി നിരങ്ങുന്നോ? നീ ഇപ്പം എന്ത് വർത്താനം പറഞ്ഞത്? നീയൊന്നേ മനുഷ്യജന്മത്തിൽ പെട്ടതല്ല, മൃഗമാണ്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ? നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചും പല ഡയലോഗ്സ് അടിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് എനിക്ക് നിൻ്റെ മുഖം നോക്കി ഓർമ്മ തരാമെന്ന് അറിയാഞ്ഞിട്ടല്ല. പിന്നെ നിനക്കില്ലെങ്കിലും എനിക്ക് അവരോടൊരു റെസ്പെക്റ്റ് ഉണ്ട്. അതിൻ്റെ പുറത്ത് മിണ്ടാതിരിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ തല്ലിയാരും നീയായിട്ട് നിൻ്റെ അമ്മയോടും അച്ഛനോടും പറയാൻ നിൽക്കൊന്നും വേണ്ട. നിനക്ക് എന്നെ നാണക്കേട്. എൻ്റെ കയ്യിൽ നിന്നൊക്കെ തല്ല് കിട്ടേണ്ട വന്നിട്ടുണ്ടല്ലോ, അതൊരു ഗതികേടുണ്ടല്ലോ. നിൻ്റെ നാക്ക് കൊള്ളില്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം തല്ലി മേടിച്ച് കൂട്ടിയത് കേട്ടോ. പിന്നെ അന്നേ നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ തല്ലി വളർത്തിയിരുന്നെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങിടി വരില്ലായിരുന്നു. നാശം. എന്തൊരു ജന്മമാടി നിൻ്റെയൊക്കെ.